റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അയിലയാണ് ഫിഷുള്ളത്. നമുക്ക് എന്തൊക്കെ സാധനം വേണം നോക്കാം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നെല്ലിക്ക വലിപ്പത്തിൻ്റെ വാളംപുളിയാണ്, കരിവേപ്പില, കോക്കനട്ട് ഓയിൽ. ഇത്ര സാധനം മതി. പക്ഷേ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണ ഫിഷ് ഫ്രൈ ആക്കുന്ന പോലെയല്ല, അല്പം വ്യത്യസ്തമായിട്ട്. പക്ഷേ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു 2 സ്പൂണ് മുളക് പൊടി ഇടാം. ഇതിലാവുകയാണെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം, ആവശ്യം വരുമല്ലോ. 2 സ്പൂണ് മതിയാവും, 2 മീനല്ലേ ഉള്ളൂ. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി മതി. ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇവിടെ ഞങ്ങൾക്ക് ഇച്ചിരി ഇഷ്ടമാണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പൗഡർ ഉപയോഗിക്കാതിരിക്കുക. അത് ടേസ്റ്റ് അത്രയും വരില്ല. നമ്മൾ തന്നെ ഫ്രഷായിട്ടുള്ള കുരുമുളക് കൊണ്ടുവന്നിട്ട്, മുഴുവനായ കുരുമുളക് കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ മിക്സിയിലിട്ട് പൊടിക്കുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് അല്പം മുന്നേ നിൽക്കണം, എന്നാലേ ഫിഷ് ഫ്രൈക്ക് ടേസ്റ്റ് ഉള്ളൂ. ഞാൻ വീഡിയോ ലോങ് ആവാതിരിക്കാൻ വേണ്ടി ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. പിഴിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് റെഡിയാക്കിയിട്ട്. നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. കുറേ പാത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അതാണ് ഞാൻ ഇതിലോട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്യുന്നത്. നമ്മൾ പ്ലെയിൻ വെള്ളത്തിലല്ല, ഇതിൻ്റെ തന്നെ വെള്ളത്തിലാണ്. അല്പം കുറവാവുകയാണെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർക്കാം. ഇത് നോക്കാം, നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവുമല്ലോ. കുറഞ്ഞാൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ വാളംപുളിയുടെ വെള്ളത്തിൽ തന്നെ നമ്മൾ മിക്സ് ആക്കണം. അതാണ് ടേസ്റ്റ്. നമ്മൾ ഈ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. ഇനി നമുക്കിത് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട്. മിക്സാക്കി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കാം. ഉപ്പും പാകവും എല്ലാം, എരിവെല്ലാം പാകമുണ്ട്. ഇച്ചിരി എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ ഉപയോഗിക്കാം. നമുക്കിവിടെ പിള്ളേർ ചെറുതായതുകൊണ്ട് അവർക്ക് ഒത്തിരി എരിവാവില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി എരിവ് കുറച്ചിട്ടാണ്. നമ്മൾ നന്നായിട്ട് മീനിനകത്ത് വരഞ്ഞേക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാന് ഡ്രൈ ആയി, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി. നമ്മൾ മസാല പുരട്ടി വെക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അന്നേരം തന്നെ മസാല പുരട്ടി വറക്കാം. നമുക്ക് എണ്ണ ചൂടായ ശേഷം കരിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കണേ. ഫ്രൈ ആക്കാം. സിമ്മിൽ തന്നെ എപ്പോഴും വെക്കണം കേട്ടോ. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. പിന്നെ കരിവേപ്പില അടിയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നായാലും ഫുള്ളി ഫ്ലെയിമിൽ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. എന്നിട്ട് മെല്ലെ എടുക്കണേ, എണ്ണയൊന്നും തെറിക്കാത്ത പോലെ. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ ഒരു കരിവേപ്പില ഇങ്ങനെ വെച്ചേക്കുന്നത്. കോരിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്യണം. ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം, കമൻ്റ് അടിക്കണം. ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രുചിയാണ്, ഒത്തിരി ടേസ്റ്റിയാണ്.